അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യവും തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമുണ്ടാകും. പട്ടിണിയല്ലേ പ്രശ്നം? സാധാ കടലിൽ പോയിട്ട് മീൻ കിട്ടുന്നില്ല വിഷമം പറയുന്നവരെ വീട്ടിൽ മൗലിദ് പാരായണം നടത്തി. അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. മലപ്പുറം ജില്ലയിൽ താനൂര് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ നിങ്ങൾ പോയി നോക്കി അന്വേഷിച്ചാൽ അറിയാം, എല്ലാ വീടുകളിലും ചെറിയ കുടിലുകൾ വരെ റബീഉൽ അവ്വൽ റബീഉൽ ആഖിർ മാസങ്ങളിൽ എല്ലാ വീടുകളിലും മൗലിദ് പാരായണം നിർബന്ധമാണ്. കാരണം കടപ്പുറം ഏരിയ, പഴയ കാലഘട്ടത്തിൽ വലിയൊരു മഹാനുഭാവൻ അവിടെ വന്നുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവരോട് നിർദ്ദേശിച്ചതാണ്, നിങ്ങൾ ഈ മൗലിദ് സ്ഥാപിക്കണം. റബീഉൽ ആഖിർ മാസത്തിൽ മലപ്പുറം ജില്ല എന്നല്ല, കോഴിക്കോട് ജില്ലയിലും പരിസരത്തുള്ളതാകുന്ന ജില്ലകളിൽ നിന്ന് വരെ മുഅല്ലിമീങ്ങളും ഉസ്താദുമാരടക്കം ബസ്സിൽ വന്നിറങ്ങി ആ നാട്ടിൽ ചെന്നുകൊണ്ട് മൗലിദ് പാരായണം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സദസ്സിലുള്ളതാകുന്ന ആളുകൾ ഉസ്താദുമാർ വരെ ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടാവും. വീടുകളിൽ പോയി മൗലിദ് പാരായണം നടത്തി. അതേ സമയത്ത് വീടുകളിൽ മൗലിദ് ചെല്ലുന്ന അതേ സമയത്ത് തന്നെ പള്ളിയിലും നല്ല വിശാലമായ മൗലിദിന്റെ സദസ്സ്. ഇശാ നമസ്കരിച്ച് എല്ലാവരും വീടുകളിൽ ചെല്ലുക. അസറാവുമ്പോഴേ വരുന്നതാകുന്ന ഉസ്താദുമാരെ മുത്തഅല്ലിമീങ്ങളെ നേരത്തെ തന്നെ ഓരോ വീട്ടുകാർ ബുക്ക് ചെയ്ത് വെക്കും. നമ്മുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് വെക്കും. വീട് കൊണ്ടുപോയി കാണിച്ച് ചായയൊക്കെ കൊടുത്ത് പരിചയപ്പെടുത്തി വിടുകയാണ്. അപ്പോൾ ഇവർ നേരെ പള്ളിയിൽ പോയി മഗ്രിബും ഇശാവും ഒക്കെ ജമാഅത്തായി നിസ്കരിച്ചതിന് ശേഷം പിന്നീട് ആ വീട്ടുകാരുമായിട്ട് നേരെ വീട്ടിലോട്ട് വരും. വീട്ടിൽ വന്നാൽ എല്ലാ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് ചേർന്നു, പുരുഷന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന്, സ്ത്രീകളപ്പുറത്ത് തന്നെ മറയ്ക്കപ്പുറത്തിരുന്നിട്ട് എല്ലാവരും കൂടി മൗലിദ് പാരായണം, മങ്കൂസ് മൗലിദ് പരിപൂർണമായി ഓതി തീർക്കാൻ. വളരെ സന്തോഷകരമായ ഒരു സദസ്സ്. അങ്ങനെ ഓതി തീർത്ത് ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, മുത്തഅല്ലിമിന്റെ നേതൃത്വത്തിൽ നല്ല ഒരു പ്രാർത്ഥന, അശറഖ ബൈത്ത് ചൊല്ലും. എല്ലാ കാര്യങ്ങളും ആ താനൂരിന്റെ പരിസരങ്ങളിലുള്ളതാകുന്ന മഹല്ലത്തുകളിലെ ഇമാമിങ്ങളുടെ നേതൃത്വമായിരിക്കും. പള്ളിയിലുമുണ്ട് മൗലിദ്. അപ്പോൾ പള്ളിയിലെ ഇമാമ് വിളിച്ചു പറയും, അതിനെ മങ്കൂസ് മൗലിദ് തുടങ്ങിക്കോ, സലാം ബൈത്ത് തുടങ്ങിക്കോ, അശറഖ ബൈത്ത് തുടങ്ങിക്കോ എന്നിങ്ങനെ കറക്റ്റ് വിളിച്ചു പറയും. പള്ളിയിൽ ഓതുന്നുണ്ട്. അങ്ങനെ അശറഖ ബൈത്തും ചെല്ലുക. അപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തിന്റെ സന്ദർഭം വിവരിക്കുമ്പോൾ അങ്ങനെ എഴുന്നേൽക്കാമെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിച്ചുകൊണ്ട് ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകയാക്കിയതാണ്. അപ്പം അങ്ങനെ അവർ നൃത്തം എല്ലാവരും നിന്ന് വളരെ സന്തോഷത്തിൽ ആ മൗലിദ് പാരായണം നടത്തി ദുആ ചെയ്തു. അതുകൊണ്ട് ഇന്നും അവിടെ സന്തോഷവും റാഹത്തുമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്കുള്ളതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടുകളിൽ ഒഴിയാൻ പാടില്ലാത്ത ഒന്നാണ് മൗലിദ് പാരായണം. എന്താണ് മൗലിദ്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ളതാകുന്ന അവിടുത്തെ പ്രസവ കാര്യങ്ങൾ, അവിടുത്തേതാകുന്ന പ്രസവത്തോട് ബന്ധിച്ചുള്ളതാകുന്ന സമയവും സന്ദർഭത്തിലും നടന്ന സംഭവ വികാസങ്ങൾ വിവരിക്കുന്നതാണ് മൗലിദ്. പ്രവാചകന്റേതാകുന്ന ആ ജന്മത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ളതാകുന്ന സംഭവ കാര്യങ്ങൾ ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് അറബിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, മലയാളത്തിലുമുണ്ട്.
ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുബ്ഹാന മൗലിദ് എന്ന വളരെ വലിയ മൗലിദിന്റെ സംക്ഷിപ്തം അത് ചുരുക്കി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയതാണ് മൻഖൂസ്, ചുരുക്കപ്പെട്ട മൗലിദ് എന്നറിയപ്പെടുന്ന നമ്മുടെ കൈവശമുള്ളതാകുന്ന ഈ മൗലിദ്. അതാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും ഓതാറുള്ളത്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം 5-ാം നൂറ്റാണ്ടുകാരനാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് ബിൻ അഹ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ അതേ പേര് തന്നെ. ബഹുമാനപ്പെട്ടവര് അദ്ദേഹം രചിച്ചതാകുന്ന സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന റസൂലുള്ളാഹിയെ കുറിച്ച് രേഖപ്പെടുത്തിയതാകുന്ന മൗലിദിന്റെ ഷോർട്ടാക്കി രൂപപ്പെടുത്തി പൊന്നാനി ദേശക്കാരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അന്നുണ്ടായതാകുന്ന ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വസൂരി അടക്കമുള്ള ബലാഹുകളും ഇല്ലാതാകാൻ വേണ്ടി നാട്ടുകാർ വന്നുകൊണ്ട് ഒരു ദുആഇന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ എഴുതി കൊടുത്തുകൊണ്ട് ഇത് ഓതണേ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചതാണ് മൻഖൂസ് മൗലിദ്. അപ്പോൾ വിപത്തുകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും വിപത്ത് നീങ്ങിയിട്ടില്ല ഇതുവരെ. കൊറോണയുടെ വ്യാപനം ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും പല ആളുകളും കൊറോണയിൽ തന്നെയാണ്. അസുഖവ്യാപിതരും എല്ലാവരും അതിൽ തന്നെ പെട്ട് നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഇത് പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടണമെങ്കിൽ നിത്യമായി പാരായണം ചെയ്യണം. അതിന് പാരായണം ചെയ്യപ്പെടുന്നതാകുന്ന അറിവുള്ള ഒരു വ്യക്തി നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. ഒരു വ്യക്തിയെങ്കിലും ആലിം കോഴ്സിന് പറഞ്ഞു വിടണം. മുത്തഅല്ലിമാക്കാൻ വേണ്ടി വീട്ടിലുള്ളതാകുന്ന ഒരു മകനെയെങ്കിലും നമ്മൾ നിയ്യത്ത് വെക്കണം. 5 മക്കളുണ്ട്, അതിൽ ഒരു മകനെയെങ്കിലും അവൻ ആലിമാകണം. കാരണം അവനിലൂടെ ഭീമാവുമായി അറിയപ്പെടണം, അവരുടെ മക്കളെ അറിയപ്പെടണം, അവരുടേതാകുന്ന ആത്മീയ ചൈതന്യം ഈ നാട്ടിൽ നിലനിൽക്കണം. ഒരു മകൻ ഒരു കുടുംബത്തിൽ ആലിമായിട്ടുണ്ടായാൽ ബാക്കിയുള്ളതാകുന്ന 5 മക്കളെയും തർബിയത്ത് കൊണ്ടുപോകാൻ അവന് ഉറപ്പാണ്. കാരണം അവനോട് ചോദിക്കും മറ്റുള്ള ജ്യേഷ്ഠ അനുജന്മാർ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. റബീഉൽ അവ്വൽ വരുമ്പോൾ, ഉമ്മയുടെ മരിപ്പ് വരുമ്പോൾ, വാപ്പയുടേതാകുന്ന വിയോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇവിടെ പെരുമാറേണ്ടത്, ഏത് രീതിയാണ് അവലംബിക്കേണ്ടത്. വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുമ്പോൾ ആലിമീങ്ങളോട് ചോദിക്കും, മറ്റാരോട് ചോദിക്കേണ്ട. വീട്ടിൽ തന്നെ ഒരു ആലിമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആദ്യമായിട്ട് ഒരു സംവേദനമുണ്ടാകും, എങ്ങനെയാണ് നമുക്ക് തർത്തീബ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മക്കളുണ്ടെങ്കിൽ അതിലൊരു കുട്ടിയെങ്കിലും ആലിമാക്കാൻ നമ്മൾ നിയ്യത്ത് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും. അപ്പോൾ മറ്റുള്ള മക്കൾ കള്ളു കുടിക്കുന്നതിൽ നിന്ന് ഒഴിവാകും, വ്യഭിചാരശാലകൾ തേടിപ്പോകുന്നതിൽ നിന്ന് ഒഴിവാകും. കാരണം ഇവന്റെ ഒരു നോട്ടം എപ്പോഴും ആ വീട്ടിലുള്ള മറ്റുള്ള സഹോദരങ്ങളിലേക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അവൻ ജ്യേഷ്ഠനോട് പറയും, അത് പാടില്ല, നമ്മുടെ ജീവിതത്തിൽ അത് വലിയ നാശമുണ്ടാകും. അനുജനെ ഉപദേശിക്കാൻ അവൻ തയ്യാറാകും. കഞ്ചാവിനടിമപ്പെട്ടതാകുന്ന മനുഷ്യൻ, ഡ്രഗ്സിനടിമപ്പെട്ടതാകുന്ന കുട്ടി, അവനെ ഉപദേശിക്കാൻ ഈ സഹോദരന് യാതൊരുവിധ മടിയുമുണ്ടാവില്ല. കാരണം അവൻ ദീൻ നല്ലതുപോലെ പഠിച്ചവനാണ്. അവൻ പറയുമ്പോൾ പള്ളിയിലെ ഉസ്താദ് പറയുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആകും. മറ്റേത് ഉസ്താദ് പറയുമ്പോൾ ഉസ്താദിനെ നമുക്ക് അടുത്ത കമ്മിറ്റി വരുമ്പോൾ പിരിച്ചുവിടാം എന്നുള്ള നിയ്യത്ത് വരും. അങ്ങനെയാ ചിന്ത വരിക. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ന ആള് കമ്മിറ്റിയിലുണ്ട്, നമുക്ക് മൂപ്പരോട് പ്രസ് ചെയ്തിട്ട് ഉസ്താദിനെ വിടാം. അങ്ങനെയാകാൻ പാടില്ല. വീട്ടിൽ തന്നെ ഒരു ആലിമ് വരട്ടെ. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ വരണം. അങ്ങനെ ഒരു പശ്ചാത്തലം നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ മാറ്റം ആ കുടുംബങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. നമ്മുടെ മക്കൾ തീരെ പഠിക്കാൻ കൊള്ളാത്തവരാകുമ്പോൾ, 10ാം ക്ലാസ്സിൽ തീരെ മാർക്കില്ലാതെ തോറ്റുപോയൊരവസ്ഥയിൽ വരുമ്പോൾ പതുക്കെ നേർച്ചയാക്കാൻ അവനെ ഓതാൻ കൊണ്ടുവിട്ടേക്കാം. അങ്ങനെ ആകാൻ പാടില്ല. ഇല്ലെങ്കിൽ തീരെ മാർക്ക് കുറഞ്ഞു, അപ്പൊ എന്നാ പിന്നെ ഇവനെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടേക്കാം, ഇനി ഇവനെ ഒന്നിനും കൊള്ളൂല. അങ്ങനെ വിടാൻ പാടില്ല. നല്ല ബുദ്ധി ഉള്ളതാകുന്ന കുട്ടികളെ, സ്കൂളിൽ നല്ലതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ തന്നെ വേണം തിരഞ്ഞെടുത്ത് വിടാൻ. കാരണം ഈ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി നല്ല നല്ല ഉലമാ ഈ ലോകത്തുണ്ടാവണം. നല്ല ബുദ്ധികൂർമ്മതയുള്ള, വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്ന, അത് സമൂഹത്തിൽ വ്യക്തമായി പരിവർത്തനം സൃഷ്ടിക്കുന്ന വിധത്തിൽ വാളുകൾ പറയുന്ന, സമൂഹത്തെ ഉത്ബുദ്ധതയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന, സമൂഹത്തെ നിതാന്ത ജാഗ്രതയോടുകൂടി അവരെ ആത്മീയമാകുന്ന തർബീയത്തിൽ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാകുന്ന നല്ല ആത്മീയ പരിവേഷം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ സജ്ജരാകണം. അതിനെന്ത് വേണം? കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവന് നല്ല പേരിട്ട് കൊടുക്കണം. അതൊരു വിഷയമാണ്. അതാണ് വിഷയം. മുഹമ്മദ് എന്ന നാമത്തിന് വലിയ പ്രത്യേകതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഒരു ഹദീസ് പറയാം, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. 3 മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ ഈ സദസ്സിലുണ്ട് എങ്കിൽ അവരൊന്ന് കൈ ഉയർത്തിക്ക്. 3 മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ ഉണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും, അല്ലാഹു സാലിഹായ സന്താനങ്ങൾ നൽകട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ റുസിഖ ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഹുവ മിനൽ ജാഹിലീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും 3 മക്കളുണ്ടായിട്ട് അതിലൊരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ അവൻ വിവരമില്ലാത്തവനായി പോയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്ത് വിവരം? മുഹമ്മദ് എന്ന പേരിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ആ പേരിന്റെ വർണ്ണവലിപ്പം അവൻ മനസ്സിലാക്കിയിട്ടില്ല. മൻ റുസിഖ ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഹുവ മിനൽ ജാഹിലീൻ. ഹബീബായ നബി തങ്ങളുടെ വചനമാണ്. പഠിച്ചു വെക്കണേ. ഭീമാപ്പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്. 3 മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിത്യമായും നിങ്ങളുടെ ബാധ്യതയാ. അതിലൊരു മകന് നിങ്ങൾ മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് അതിന് വലിയ മഹത്താണ്. എന്താ മഹത്വം? ഒരു മഹത്വം പറഞ്ഞുതരാം, കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലുൽ ഫഖറു ഫീ ബൈതിൻ വഫീഹി ഇസ്മി. എന്റെ നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ, അഥവാ എന്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടക്കൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന 23,000-ഓളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മന മുസാദ് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ളതാകുന്ന ഒരു കുട്ടിയുണ്ടായിരിക്കെ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ? ഉണ്ടോ? മുഹമ്മദ് എന്ന പേര് മാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ നാമമാണ്. ഇതെന്റെ ഹബീബിന്റെ നാമമാണ്. ഇതെന്റെ പ്രവാചകന്റെ നാമമാണ്. ആ ഒരൊറ്റ ഇഷ്ക് വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം വെച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈലത്തുൻ ഉസ്രിയ ബി ഇല സമാ. ആകാശ ലോകത്തേക്ക് റജബ് 27-ാം രാവിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് അലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഞാൻ പോകുമ്പോ ഞാൻ ആകാശ സീമകളിൽ കാണുകയാണ് മാ റഅയ്തു ഫിസ്സമാ മാ റഅയ്തു ഫിസ്സമാഇ ഇല്ലാ വജദ്തു ഫീഹാ ഇസ്മീ. ആകാശ സീമകളിൽ മുഴുവനും 7 ആകാശങ്ങൾ നിറയെ എന്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ. ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഞാൻ വീണ്ടും ചെല്ലുകയാണ് അല്ലാഹുവിന്റെ അർശിലെ
അർശിലേക്ക് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ അർശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിൽ മേൽ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ്. അർശിൽ ഒരു പച്ചവാളിന്മേൽ അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സഹബ. റഅയ്തു ബിഐനയ്യ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. എവിടെ എവിടെ എവിടെ? അർശിൽ. മാഷാ അല്ലാഹ്. മനസ്സിലാക്കണം, ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം, നല്ലതുപോലെ തിരിച്ചറിയണം. ഈ പേരുള്ളവരുണ്ടോ? അബൂബക്കർ, ഉമർ ഉണ്ടോ? കൈയുയർത്തിക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ഉള്ളവരൊക്കെ ഇപ്പൊ കബറിലെ അവസ്ഥ വിളിച്ചോണ്ട് വരും. പഴയ ആൾക്കാരൊക്കെ ഉണ്ട്, ഇന്നതൊന്നും ഇടൂല. ഇന്നിപ്പോ ഇതൊക്കെ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പോഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുമ്പോഴാ നീ വല്ല കഞ്ചാവിന്റെ അടിമയാണ്, നീ അവിടെ കേസില്ല എവിടെ കേസിന് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ആ പേര് ഹൈവാന് വേണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് അങ്ങനെ പേടിയാണ്. എമിഗ്രേഷൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ച് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിർത്തിക്കളയും. നമുക്ക് അതൊക്കെയാണ് പേടി. പക്ഷെ ഈ പേരിന്റെ മഹത്വം ഈ ഉമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം. അപ്പോഴല്ലേ ആ പേരിൻ്റെതാകുന്ന അഖിലിനാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക, നല്ലതുപോലെ തിരിച്ചറിയണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ ഹുബ്ബൻ ലീ വതബറുകൻ ബിഇസ്മി കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. അബൂ മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ, ആർക്കെങ്കിലും ഒരു കുട്ടി ജനിക്കുകയും ഫസമ്മാഹു മുഹമ്മദാ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണവും ചെയ്താൽ തബറുകം ബിസ്മി വഹുബ്ബൻ ലീ, എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബ്ബത്തും വെച്ചുകൊണ്ടാണ് അവൻ ആ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ എന്റെ നാമം കൊണ്ട് ബറക്കത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുട്ടിക്ക് അവൻ പേര് വെച്ചത് എങ്കിൽ കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന, അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ, പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ. വാപ്പക്ക് സ്വർഗത്തിൽ പോണോ? ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ? ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ? മുഹമ്മദ് എന്ന പേര് മാത്രം വെച്ചോ. അതാണ് കാര്യം. സാധാ മുഹമ്മദ് കൂട്ടി വെക്കാവോന്ന്, അപ്പൊ ആ കൂട്ടലുണ്ടാവും. മുഹമ്മദ് എന്ന പേര് മാത്രം, അതാണ് ഇപ്പൊ ഇവിടെ ചർച്ച. വേറെ പേരൊന്നും ഇടാൻ പാടില്ലേ എന്ന്, അതിനൊന്നും വിഷയമൊന്നുമില്ല. നല്ല പേരിടുക, മറ്റ് പേരൊന്നും വേണ്ടെന്നല്ല. പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയുണ്ട്, അത് മനസ്സിലാക്കണം. ആ നാമം മാത്രം ഇട്ടാൽ അതിന് വലിയ മഹത്വം. മുഹമ്മദ് എന്ന പേര് മാത്രം ഉള്ളവരുണ്ടോ മജ്‌ലിസിൽ? ഉണ്ടോ? ആ ഉണ്ട്, മാഷാ അല്ലാഹ്. വേറെ ആരെങ്കിലും ഉണ്ടോ? 2 3 കഴിഞ്ഞ്. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ 4.
ഇനിയുണ്ട്, ഉണ്ടാവും. പക്ഷെ കൈ ഉയർത്താൻ പേടിച്ചിട്ടാണ്. നിങ്ങളുടെ ഇത് പൈസ ചോദിക്കുമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് റാഹത്തുണ്ടെന്ന് പറയാനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല. പേര് വെച്ചിട്ട് കഞ്ചാവാ അതുകൊണ്ട് കാര്യമില്ല, ഹലാസ് അല്ലെ പിടിച്ച് ഒറ്റ ഏറിടും. അങ്ങനെ ആകാൻ പാടില്ല. പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം. പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സബബാണ്. അതാണ് ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു സ്ഥാനമുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ട്. ഹദീസല്ലേ, വെറുതെ പറയല്ല. കേട്ടോ, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സമ്മൈതും മുഹമ്മദാ ഫലാ തദ്രിബൂ. മുഹമ്മദ് എന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ പേര് വച്ചാൽ അവനെ നിങ്ങൾ അടിക്കരുതേ, അടിക്കരുതേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? നബിയുടെ പേരാണവൻ, അതുകൊണ്ട് ആ ബഹുമാനം. അപ്പൊ കുട്ടി മര്യാദകേട് കാണിച്ചാലോ? മര്യാദകേട് കാണിച്ചാൽ അടിക്കാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. കുട്ടി അദബ് കേട് കാണിച്ചു, മര്യാദകേടാണ്. പാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല, ഉമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല. കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു. അപ്പോൾ അവൻ തലേ കയറാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ അടിക്കാം, മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം. അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട്, എപ്പോഴും കാണുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് തലക്കൊരു ഒറ്റ അടി കൊടുക്കുക, അപ്പയ്ക്ക് വേണ്ട. അങ്ങനെ ആകാൻ പാടില്ല. അമ്മ കാണുമ്പോൾ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയുക, എപ്പോഴും തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുക. കാണുമ്പോഴൊക്കെ ഒരു രസം. മോനല്ലേ, വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഇതാകാൻ പാടില്ല. കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല. മുഹമ്മദ് എന്ന ഒരു കുട്ടി വന്നാൽ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജ്ലിസിലേക്ക് കടന്നു വന്നാൽ ഔസിഉ ഫിൽ മജ്ലിസ്, ആ സദസ്സ് ഒന്ന് വിശാലത ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബജ്ജിലൂഹു വഅക്രിമൂ വഅള്ളിമൂ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന മാത്രം പേര് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ ആദരിക്കണേ, ബഹുമാനിക്കണേ, അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ. മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വെച്ചാൽ ആ പേര് വെക്കപ്പെട്ട കുട്ടിയെ ആരായി പറയുന്നത്? നമ്മുടെ സാദാ സീത മക്കളെ കുറിച്ചായി പറയുന്നത്. അവരെ നിങ്ങൾ ബഹുമാനിക്കണോ? അപ്പൊ മുത്തുനബിക്കുള്ള ബഹുമാനം എത്രയാണ്? ആ കുട്ടിയെ ബഹുമാനിക്കണം. എന്തിന്റെ പേരിൽ? മുഹമ്മദ് എന്ന പേര് വെച്ചതിന്റെ പേരിൽ. വലാ തുദില്ലൂഹു വലാ തഖഹറൂഹു വലാ തറുദ്ദൂ ലഹു ഖൗലൻ തഅളീമാ വലാ തഖബഹൂ ലഹു വജ്ഹാ. അവനെ നിന്ദിക്കാൻ പാടില്ല, അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, അവനെ സമൂഹത്തിൻ്റെ ഇടയിൽ നിസ്സാരനാക്കി കുറച്ച് കാണിക്കാൻ പാടില്ല. അവനൊരു വാക്ക് പറഞ്ഞാൽ അതിനെ വില വെക്കണേ, അതിനെ മറുത്തൊരു വാക്കും നിങ്ങൾ പറയാൻ പാടില്ല. തീർന്നില്ല. വലാ തഖബഹൂ ലഹു വജ്ഹാ. അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരനാവശ്യവും പറയരുതേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേരിനോടുള്ള മഹബ്ബത്താണ്. ആ പേരിന് കൊടുക്കേണ്ടതാകുന്ന സ്ഥാനങ്ങളാണ്. കാരണം എന്താ? ഈ പേര് വെച്ച കുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. ഈ പേര് വെക്കപ്പെട്ടതാകുന്ന വ്യക്തി വാപ്പ സ്വർഗത്തിൽ, പേര് വെച്ചതാകുന്ന ഉമ്മ സ്വർഗത്തിൽ, പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ. കാന ഹുവ വ മൗലൂദുഹു ഫിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. അതാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക. മുഹമ്മദ് എന്ന കുട്ടികൾ അടുത്തൊരു വാതിൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും കൈവെക്കണം. മുഹമ്മദ്, മൊത്തത്തിൽ മുഹമ്മദ്. ആ കളിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ.
അങ്ങനെ വെക്കട്ടെ, ഒരു ബറക്കത്താണ്. അല്ലാഹു അങ്ങനെ വരുത്തട്ടെ. അപ്പൊ ആ നാട്ടിലൊരു ഐശ്വര്യം ഉണ്ടാകും. നിങ്ങൾ മലബാർ ദേശത്തേക്ക് പോകും, അമ്പിയാക്കളുടെ പേരിൽ എത്ര ആളുകളുണ്ട്? നമ്മുടെ സദസ്സിലുണ്ടാവും, ഇല്ലാന്നല്ല. അമ്പിയാക്കളുടെ പേര് വളരെ ശ്രേഷ്ഠമായ പേരുകളാണ്. ഇബ്രാഹിം, യൂസുഫ്, യാക്കൂബ്, മൂസ, ഈസ, ഈ നാമങ്ങളൊക്കെ വേണ്ടേ? വളരെ മഹത്തരമുള്ള പേരാണ്. മുൻഗാമികളാകുന്ന നമ്മുടെ പൂർവ്വസൂരികൾക്ക് ആ നാമങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. നമ്മുടെ വാപ്പയുടെ പേരും പൂർവ്വസൂരികളുടെയൊക്കെ നാമങ്ങൾ പരിശോധിച്ചാൽ ഈ നാമങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മുടെ തലമുറകൾ വാപ്പാടെ തുടക്കത്തിൽ ഒരു അക്ഷരം, ഉമ്മാടെ അവസാനത്തെ 2 അക്ഷരം കൂട്ടിയിട്ടു. അതാണ് അവസ്ഥ. വാപ്പാടെ പേര് മൂസ, ഉമ്മാടെ പേര് സറീന, കൂട്ടി വായിച്ചപ്പോ സമൂസ. അതാണ് അവസ്ഥ. അങ്ങനെ ഇട്ടാ മതി, എങ്ങനെയെങ്കിലും ഇടുക. 2 അക്ഷരം അവിടുന്ന് എടുക്കുക, ഇവിടുന്ന് എടുക്കുക, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയാണ്. ഇന്റർനെറ്റിൽ നോക്കുകയാണ്. എന്നിട്ട് ഇന്റർനെറ്റ് മഹാനുഭാവനോട് ചോദിക്കുകയാണ്, 10 ചോദിക്കുക, ഇതിന്റെ അർത്ഥം എന്താണ്? ഗൂഗിള് പറഞ്ഞു കൊടുക്കുക, ഉത്തമൻ. അതാണ് അതിന്റെ അർത്ഥം. ആയിക്കോട്ടെ. ഉസ്താദന്മാരോട് ചോദിച്ചൂടെ? ഉലമാക്കളോട് ചോദിക്കുന്നുണ്ടോ? ആലിമികളോട് ചോദിക്കുന്നുണ്ടോ? നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇതൊരു കുട്ടിയുടെ പ്രശ്നമല്ല, ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. അവനെയും അവന്റെ തലമുറകളെയും ഉന്മൂലനം ചെയ്യുകയാണ്. ആത്മീയപരമായിട്ട് പിറകോട്ട് വലിക്കാൻ. പേരിൽ എന്തിരിക്കുന്നു? പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. മനസ്സിലാക്കണം. മുഹമ്മദ് എന്ന പേര് തന്നെ വലുതാണ്. എന്തുകൊണ്ട് മുത്തുനബിക്ക് ഖുർആനിൽ അഹ്മദ് എന്ന പേര് വെച്ചു? ഖുർആനിൽ മുഹമ്മദ് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? 4 സ്ഥലം. എത്രയാണ്? നിങ്ങളിത് പഠിക്കാൻ ഞാൻ പതുക്കെ പറഞ്ഞു കൊണ്ടുവന്നതിന് നിങ്ങൾ എന്നെ കൂടെ വരണം. അതിനാണ്. എത്ര സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്? 4 സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന നാമം പറഞ്ഞിട്ടുണ്ട്. കുറവാണ് പറഞ്ഞത്. മൂസാ നബിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. 4 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നുമില്ല. മുഹമ്മദ് എന്ന പേരിൽ തന്നെ ഒരു സൂക്തമുണ്ട്. മനസ്സിലാക്കണം. മുഹമ്മദ് എന്ന പേരിൽ ഒരു സൂക്തമുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂസ എന്ന പേരിൽ ഒരു സൂക്തമില്ല. അത് മനസ്സിലാക്കാം. സൂക്തത്തിന് നാമം കൊടുക്കുന്നതിൽ വലിയ പ്രത്യേകതയുണ്ട്. ഇബ്രാഹിം ഒരു സൂക്തത്തിന്റെ പേരാണ്. യൂസുഫ് ഒരു സൂറത്തിന്റെ പേരാണ്. ഖുർആനിലെ ഏറ്റവും നല്ല സുന്ദരമായ ചരിത്രം ഏതാണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. അത് പഠിച്ചാൽ ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നേരിടാൻ അവൻ മനസ്സ് വെക്കും, അവൻ തയ്യാറാകും. സഹോദരങ്ങൾക്കിടയിലുള്ളതാകുന്ന ഭിന്നിപ്പുണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ജ്യേഷ്ഠാനുജന്മാർക്കിടയിലുള്ളതാകുന്ന പോരായ്മകൾ, അവർ തന്നോട് കാണിക്കുന്നതാകുന്ന അക്രമവാസനകൾ ഒക്കെ തിരിച്ചറിയാൻ സൂറത്ത് യൂസുഫ് നല്ലതുപോലെ പഠിച്ചവനെ തിരിക്കും. ഖുർആൻ നല്ലതുപോലെ പഠിക്കണം, നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഒരു സൂറത്തിന് പേര് വെച്ചു, സൂറത്ത് മുഹമ്മദ്. الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. ഇതാണ് സൂറത്തിന്റെ തുടക്കം. മുഹമ്മദ് ഒരു സൂറത്തിന്റെ പേരാണ്. മനസ്സിലാക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സൂറത്തുണ്ട്. ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നവരും ഈ മജ്‌ലിസിലുണ്ടാകും. ഓതിയിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്, പക്ഷെ പഠനമില്ല. മനസ്സിലാക്കണം. നമ്മൾ അമ്പിയാക്കളുടെ പേര് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ട് നാളെ ഈ പേര് നന്നാക്കണമെന്ന് പറയാൻ കാരണമെന്ത്? മഹ്ശറിൽ ഈ പേര് കൂട്ടിയിട്ടായിരിക്കും വിളിക്കപ്പെടുക. സയ്യിദുനാ റസൂലുള്ളാഹി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഅഹ്സിനൂ അസ്മാഅകും ഫഅഹ്സിനൂ അസ്മാഅകും
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇന്നകും തുദഊന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കപ്പെടുന്നത് ബി അസ്മാഇകും, നിങ്ങളുടെ നാമങ്ങൾ മുഖേനയാണ്. വ ബി അസ്മാഇ ആബാഇകും, നിങ്ങളുടേതാകുന്ന പിതാക്കന്മാരുടെ നാമം വെച്ചുകൊണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂൽ അബ്ദുള്ളയുടെ മകനാകുന്ന മുഹമ്മദേ, മൂസയുടെ മകനാകുന്ന വ്യക്തിത്വമേ, ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് ചേർത്തുകൊണ്ടായിരിക്കും, വാപ്പയുടെ പേരിനോട് ചേർത്തിട്ടായിരിക്കും മക്കളെ വിളിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബായികും, നാളെ അല്ലാഹുവിന്റെ തിരുഹളറത്തിൽ കോടാനുകോടാനു ജനകോടികൾ വന്നുകൊണ്ട് നിലകൊള്ളുകയല്ലോ. ഇന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന വ്യക്തികൾ മാത്രമല്ല, കഴിഞ്ഞു പോയതാകുന്ന ജനകോടികൾ മാത്രമല്ല, വരാനിരിക്കുന്ന ജനസഹസ്രങ്ങൾ മാത്രമല്ല, എല്ലാവരെയും അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ്. പടച്ചറപ്പിൻ്റെതാകുന്ന ഹളറത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെ ഓരോരുത്തരുടെയും അവരുടെ പിതാവിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കുമ്പോ നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കിയില്ല എങ്കിൽ അത് മോശമാണ്, മോശമാണ്. അതുകൊണ്ട് ഫഹ്സിനൂ അസ്മാഅകും, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പേരിടുക. പെൺകുട്ടികൾക്കാണെങ്കിലും മഹിളകളുടെ പേരുകൾ അതൊക്കെ ഇന്ന് വളരെ തരം താഴ്ന്ന പേരുകളായിട്ട് നമ്മുടെ മനസ്സിൽ കാണുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മളതൊന്നും ഇടുന്നില്ല, അങ്ങനെ വരാൻ പാടില്ല. നല്ല പേരുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിൽ വലിയൊരു ആത്മീയതയുണ്ടാകും, അവരുടെ ഒരു പൊരുത്തമുണ്ടാകും, അവരുടെ ഒരു മദതുണ്ടാകും, അവരുടെ ഒരു ഹിഫ്ളുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹി വഅബ്ദുറഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാ അബ്ദുള്ള എന്ന നാമമെന്നും അബ്ദുറഹ്മാൻ എന്ന നാമവുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. സാധേ ഞങ്ങൾക്ക് വേറെ പേരുകളാണുള്ളത്. മുഹമ്മദ് എന്ന് മാത്രമെന്നല്ല, വേറെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഉണ്ടായിക്കോട്ടെ, നല്ല അർത്ഥമുണ്ടാവണം. അറബിയിൽ നല്ല അർത്ഥമായിരിക്കണം, നല്ല അർത്ഥമുള്ള പേരായി. കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആലിമീങ്ങളോട് ചോദിക്കണം. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. കുട്ടി ജനിച്ചാൽ എപ്പോഴും പള്ളിയിലെ ഉസ്താദിനോട് വിവരം അറിയിക്കും, എന്നിട്ട് അവരോട് അതിൻ്റെ പേര് ചോദിക്കും. ഇന്ന് ഗർഭം ധരിക്കുമ്പോഴേ പേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവസാനം പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാം അല്ലോ ഈ പേര് അത് നാത്തൂനുള്ളതാണ്, അത് അവർക്കുള്ളതാണ്, ഇന്ന കൊച്ചിനുണ്ട്, അപ്പുറത്തുണ്ട്, അയൽവാസികളുണ്ട്, അത് വിമാപ്പള്ളിയിലെ മഹല്ലത്തിൽപ്പെട്ട ഒരു അംഗത്തിനുണ്ട്. എന്നാൽ പിന്നെ പുറത്തുള്ള ആർക്കെങ്കിലും ഉള്ള പേരിടാം. അങ്ങനെ ലോകത്ത് ആർക്കും ഇല്ലാത്ത പേര് തപ്പി ഗൂഗിളിനോട് ചോദിച്ചു വരുമ്പോഴത്തേക്കും അല്ലാ യാതൊരു മൈനയില്ലാത്ത അർത്ഥമില്ലാത്തതാണ്. അപ്പോൾ ഉസ്താദെ പേരിട്ട് പോയല്ലോ, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത്? പേര് മാറ്റാമല്ലോ, ഗസറ്റിൽ പരസ്യം ചെയ്തിട്ട് പേര് മാറ്റാം ഇപ്പൊ തന്നെ വേഗം തന്നെ, എത്ര പ്രായമുള്ളവർക്കാണെങ്കിലും. അതിനൊക്കെ നിയമങ്ങൾ വശങ്ങളുണ്ട്, അത് വലിയ പ്രശ്നമുള്ള കേസല്ല. നല്ല പേരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശപ്പെട്ട പേരുള്ള വ്യക്തിയെ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചരിത്രം പഠിക്കണം നമ്മൾ. നരകത്തിന്റെ പേരുമായിട്ട് കടന്നു വന്നതാകുന്ന ഒരു വ്യക്തിയെ പേര് മാറ്റിയിട്ട് അബ്ദുള്ള എന്ന് നാമകരണം ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേരെന്താണെന്ന് ചോദിച്ചു. പേര് ഇന്നതാണ്, അത് മാറ്റിക്കോളാൻ പറഞ്ഞു. അടുത്ത പേര് നിർദ്ദേശിച്ചു. നബി കൊടുത്താൽ പിന്നെ സന്തോഷത്തോട് സ്വീകരിക്കല്ലേ, അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് തുടക്കത്തിൽ നിന്നാണ്. ഞാൻ ഈ വിഷയമല്ല പറയാൻ ഉദ്ദേശിച്ചതും, എങ്കിലും പറയാൻ വന്നത് മറ്റൊരു വിഷയമാണ്. പറഞ്ഞു പോകാനുള്ള കാരണം മുഹമ്മദ് എന്ന ഒരു നാമത്തിൽ നിന്നാണ്. നിങ്ങൾ സ്വലാത്ത് എല്ലാം പഠിച്ചപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വിശദീകരിച്ചു പോയതാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ സ്തുതിക്കപ്പെടണം. സ്തുതിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പേരിട്ടത് എന്ന് വല്യുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് പറയാൻ. സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കണം. ഒരു കുട്ടിക്ക് തന്നെ പേര് വെച്ചാൽ അവനെ നിങ്ങൾ ബഹുമാനിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ എന്ന് പോലും പരിശുദ്ധ പ്രവാചകന് പറഞ്ഞെങ്കിൽ, ആ പറഞ്ഞ പ്രവാചകനെ, ലോകൈക ഗുരുവിനെ, ലോകത്ത് മുഴുവനും കാരുണ്യം വാരി വിതറിയ പരിശുദ്ധ പ്രവാചകരെ എന്തുകൊണ്ട് പുകഴ്ത്തിക്കൂടാ?
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ പ്രവാചകരെ നല്ലതുപോലെ മദ്ഹ് ചെയ്യണം. യാ അക്റമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാക ഇദ ഹുലൂലിൽ ഹദീസിൽ അമീമി മൗലായ സ്വല്ലി വസല്ലിം دائما أبدا على حبيبك خير الخلق كلهم وليضيق رسول الله جاهك بإذا الكريم تجلى باسمي تقيمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആ നാമത്തിനോടുള്ള മഹബ്ബത്ത്, ആ വ്യക്തിത്വത്തോടുള്ള മഹബ്ബത്തായി അല്ലാഹു ഇരട്ടിപ്പിക്കുമാറാവട്ടെ. ആ വ്യക്തിത്വത്തെ ഇഷ്ക് വെച്ചത് നമ്മളല്ല സഹോദരങ്ങളെ, ശരിക്കും അല്ലാഹുവാണ്. ആ വ്യക്തിത്വത്തെ നല്ലതുപോലെ പുകഴ്ത്തിയിട്ടുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അല്ലാഹുവാണ്. വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളുടെ സ്മരണയും പറച്ചിലും വല്ലാതെ നാം ഉയർത്തിയിരിക്കുന്നു. ലോകത്ത് ചില ആളുകൾ വാൾപോസ്റ്റ് എഴുതിയേക്കാം, ഫേസ്ബുക്കിൽ ഇട്ടേക്കാം, ട്വിറ്ററിൽ കുറിച്ചേക്കാം, അവന്റേതാകുന്ന സോഷ്യൽ മീഡിയ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ താറടിക്കാൻ വേണ്ടി പരിശ്രമിച്ചേക്കാം. പക്ഷേ വറഫഅനാ ലക ദിക്റക, തങ്ങളെ പറയുന്നത് ഉയർത്തിയിരിക്കുന്നത് നാമാണ്. ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ എന്ന് വേണ്ട, ലോകത്തിന്റെ എല്ലാ കോണുകളിലും എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ, അവിടുത്തേതാകുന്ന പാടിപ്പുകഴ്ത്തുകൾ ഗദ്യപദ്യ സമ്മിശ്രമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നിലക്കാത്ത പ്രവാഹമായി, ഇന്നും മുത്തഅല്ലിമീങ്ങളുടെ ചുണ്ടുകളിലൂടെ. നമ്മുടെ ഈ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയ മക്കൾ വന്നിരുന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ മദ്ഹ് കീർത്തനങ്ങൾ ചൊല്ലി അല്ലാഹു ആ മക്കളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിളീങ്ങളിലും ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ആദ്യം തന്നെ കൊടുക്കേണ്ടതും പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, ഒരു കുട്ടി വകതിരിവ് എത്തിക്കഴിയുമ്പോൾ ആദ്യമായിട്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? ഫത്ഹുൽ മഈൻ എന്ന് മറിച്ചു നോക്കണം. കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്, ഷാഫി മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായ കടമ എന്ന് പറയുന്നത് മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കലാണ്. അതിനാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ പരിശുദ്ധ പ്രവാചകരെ കുറിച്ചുള്ളതാകുന്ന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്, ചെറിയ മക്കളെ കൊണ്ട് പ്രസംഗം പഠിപ്പിക്കപ്പെടുന്നത്, നബിതങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്, അത് മക്കളെ ഏറ്റു പഠിക്കുന്നത്, അത് സമൂഹത്തിന്റെ മുന്നിൽ അവർ പറയുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, അവർ പ്രവാചകരെ മദ്ഹ് ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് പ്രവാചക പ്രേമം അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. അല്ലിമു ഔലാദക്കും മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് അത് ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഒരു വേള ചിന്തിക്കും.